എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജന ജനതയുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഉത്കണ്ഠകൾ അടിയന്തരമായി അഭിസംബോധന ചെയ്യുവാനാണ് ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. രാജ്യത്താദ്യമായി വയോജന ജനങ്ങൾക്കായി കമ്മീഷൻ കൊണ്ടുവരുന്ന കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് സംസ്ഥാന നിയമസഭ പാസാക്കുകയുണ്ടായി. വയോജന രംഗത്ത് സർക്കാർ മുന്നോട്ട് വച്ച സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ആർ ബന്ധു പ്രസ്താവന ഇറക്കിയുണ്ടായി. പ്രായമായവരുടെ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പുവയ്ക്കാനും അവരുടെ ഉൽപാദനക്ഷമതയും മൗലികവും നൂതനവുമായ ആശയങ്ങൾ, പരിഹാരങ്ങളോ ഉണ്ടാക്കാനുള്ള കഴിവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുവാനാണ് ഇതോടെ രാജ്യത്താദ്യമായി കമ്മീഷൻ നിലവിൽ വരുന്നത്. അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജന ജനതയുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഉത്കണ്ഠകൾ അടിയന്തരമായി അഭിസംബോധന ചെയ്യുവാനാണ് ഈ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങളുടെ പുനരധിവാസം സാധ്യമാകാനും അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് ഉപയുക്തമാകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതുമാണ് വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. അതോടൊപ്പം വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണത്തിനുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കമ്മീഷന് ചുമതലയുണ്ടായിരിക്കുന്നതാണ്. കമ്മീഷനിൽ സർക്കാർ വിജ്ഞാപനം വഴി നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണും 4 കവിയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കും. അവരിൽ ഒരാൾ പട്ടികജാതി വിഭാഗങ്ങളിലോ പട്ടിക ഗോത്ര വിഭാഗങ്ങളിലോ പെട്ടയാളായിരിക്കും. മറ്റൊരാൾ വനിതയായിരിക്കും. കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമായിരിക്കും. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി കമ്മീഷനിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ്. അവർക്ക് പുനരധിവാസം ആവശ്യമുള്ളിടത്ത് സർക്കാരുമായി സഹകരിച്ച് അത് സാധ്യമാക്കാനും എന്തെങ്കിലും തരത്തിലുള്ള നിയമസഹായം ആവശ്യമുള്ളിടത്ത് അതായത് കമ്മീഷൻ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വയോജനങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് ഉപയുക്തമാകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും സർക്കാർ കാലാകാലങ്ങളിൽ കമ്മീഷനെ ഏൽപ്പിച്ച് നടത്തുന്ന അങ്ങനെയുള്ള മറ്റ് ചുമതലകൾ നിർവഹിക്കുന്നതും കമ്മീഷന്റെ കർത്തവ്യമായിരിക്കും. കമ്മീഷന്റെ തീരുമാനങ്ങൾ അതിൻ്റെ ശുപാർശ സഹിതം ഉചിതമായ നടപടിക്കായോ അല്ലെങ്കിൽ തർക്കത്തിലേർപ്പെട്ട കക്ഷികൾക്ക് പരിഹാരത്തിനായോ സർക്കാരിലേക്ക് അയക്കാവുന്നതാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വികാസത്തെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒന്നായി കമ്മീഷൻ മാറും. വയോജന ക്ഷേമത്തിനും സംരക്ഷണത്തിനും രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന കേരളത്തെ ഇനിയും കൂടുതൽ വയോജന സൗഹൃദപരമാക്കുവാനുള്ള സുപ്രധാനപരമായ തീരുമാനമാണ് നിയമമായിരിക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്തായാലും പ്രായമായവരെ സംരക്ഷിക്കാതെ ഒഴിഞ്ഞു മാറുന്ന മക്കൾക്കും അതോടൊപ്പം തന്നെ ഇവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഒരുപക്ഷെ ഈ ഒരു കമ്മീഷൻ വളരെയധികം മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.